വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പോവുമായിരിക്കും. എപ്പോഴോ അതിലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വ്യക്തിക്ക് ഒരു താല്പര്യമില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവർക്കുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അവരെ എങ്ങനെ നമ്മുടെ ഒരു രീതിയിലോട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുമായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ പാർട്ട്ണർ തിരിച്ചു വരാനും നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇത് അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അവരിപ്പോൾ നേരം വെളുത്ത് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഇറിറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കുറേ മെസ്സേജ്, അതേപോലെ കുറേ കോൾസ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. മെസ്സേജ് ആണെങ്കിലും കോളാണെങ്കിലും ഇൻസ്റ്റ മെസ്സേജ് ആണെങ്കിലും എന്തിനധികം പറയുന്നു, നമ്മളിപ്പോൾ ഗൂഗിൾ പേ ആ ഒരു സംഭവത്തിൽ പോലും നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് സമയം കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം, പ്രശ്നം എന്താണോ അത് മെൻഷൻ ചെയ്തുകൊണ്ട് അവരോട് പറയാം, എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി, ഇനി അങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാവില്ല, സോറി എന്നുള്ളൊരു ലെവലിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക. പിന്നെ ഇങ്ങനെ മെസ്സേജും കോളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നല്ല അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. നിങ്ങൾ അവരോട് ഈ ഒരു മെസ്സേജ് അയക്കുന്നു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അങ്ങനത്തെ ഒരു ലെവലിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഏത് നേരം അവരെങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അവർക്കുള്ളൊരു ഇംപ്രഷനും കൂടി അത് ഇല്ലാതാവാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്, നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും നല്ലൊരു ഇതിലാവില്ലല്ലോ പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ച എന്തായാലും എടുക്കില്ല, എന്തായാലും ആൾ എടുക്കാൻ പോകുന്നില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങളത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിനെ കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെ കൊണ്ടോ അവരെ വിളിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടൈമിൽ അവരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിരിക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില വിദഗ്ധർ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ്, അവരുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അവരാർക്കൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, വേറെ വല്ല റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നിവയൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ആക്ച്വലി അത് വളരെ ബോറായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ പ്രൈവസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളത് ഹാക്ക് ചെയ്ത് അത് അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം അത് വിഷമവും ദേഷ്യവും ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പിന്നെയും എഗെയിൻ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വേണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ട്രിക്കാണ് കേട്ടോ, അവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാനുള്ള. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സമയം ഓൺലൈനിൽ ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഏത് നേരം ആക്റ്റീവ് ആയിരിക്കുക. ഇത് നിങ്ങൾ ആക്റ്റീവായാൽ മാത്രം പോരാ, അവരത് കാണുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്താൻ നോക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ഫുൾ ടൈം ആക്റ്റീവാണ് എന്നീ ലെവലിലൊക്കെ അവരുടെ മനസ്സിൽ തോന്നിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഈ ആക്റ്റീവ് ആവുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഒരു 2-3 ദിവസത്തിന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഈ ഒരു സംഭവത്തിൽ നിന്ന് എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം നിങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു, നല്ല ഹാപ്പിയാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും നിങ്ങളതിൽ കണ്ടില്ല. പെട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം അങ്ങോട്ട് പോയി മാറി നിന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും. എന്തെങ്കിലും പറ്റിയോ, വേറെ എന്തെങ്കിലും സംഭവം പറ്റിയോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടി അവരുടെ മനസ്സിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് ഇപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ നിങ്ങളെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാനുള്ള ചാൻസ് അവിടെ വളരെ നല്ല രീതിയിൽ കൂടുതലാണ്. ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം ഒരു അഡ്വൈസ് ആണ്. കാരണം നിങ്ങളിപ്പോൾ ഈ 3 പോയിന്റും ട്രൈ ചെയ്തു, എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്തത് വർക്കായി, അതേപോലെ തന്നെ അവർ നിങ്ങളെ തിരിച്ച് വിളിച്ചു ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചപ്പോൾ
നിങ്ങളത് ഒരു ജാടയായിട്ടെടുത്ത് കൂടുതൽ കൂടുതൽ അവർക്കൊരു വാല്യൂ കൊടുക്കാതെ അങ്ങനത്തെ ഒക്കെ ഒരു തരത്തിലിരുന്നാൽ അവർ വന്ന പോലെ അതേമാതിരി തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർ വിളിക്കുമ്പോൾ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ നിന്നെ കുറേ മിസ് ചെയ്തു, അങ്ങനത്തെ നല്ല രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈഗോ കാണിച്ച് നമ്മൾ തന്നെ അവിടെ ഒരു വാശിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വന്ന പോലെ തിരിച്ചു പോകാൻ യാതൊരു അത്ര ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചില വ്യക്തികൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയി നിൽക്കുന്നവരും പണ്ടത്തെ അതേ സ്നേഹം ഇപ്പം കാണിക്കാത്തവരും, അവരൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത്. നിങ്ങൾ ഈ പോയിന്റ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുക, എന്തായാലും വർക്ക് ആവുന്ന പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.